പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ നിസാമുദ്ദീൻ. എല്ലാവർക്കും പലതുള്ളി പെരുവെള്ളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2025 ആദ്യ വാരം വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി മുതൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള ഒരു നിരന്തരമായ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ആളുകൾ അതിലേക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഒരു കൺഗ്രാറ്റ്സ് പറയുകയാണ്. കാരണം 2025 നമ്മൾ ക്ലാസ് തുടങ്ങുന്നത് എങ്കിലും അപ്പോൾ മുതൽ അത് പഠിക്കാൻ തയ്യാറായി വന്നിട്ടുള്ള ആളുകൾ എന്നുള്ള നിലക്ക് അവർക്ക് ക്ഷമയുള്ള ആളുകളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷമ തന്നെയാണ്. വാരൻ ബഫറ്റ് പറയുന്നത് ക്ഷമയില്ലാത്ത ആളുകളുടെ കയ്യിൽ നിന്ന് ക്ഷമ ഉള്ള ആളുകളുടെ കൈകളിലേക്ക് പണം എത്തിക്കുന്ന യന്ത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റ് അഥവാ ഓഹരി വിപണി എന്നാണ്. അതുകൊണ്ട് തന്നെ ക്ഷമയോടുകൂടി ഇതിനെ സമീപിക്കുന്ന ആളുകൾക്ക് സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമുക്ക് സാധാരണ ജോലി ചെയ്യുന്ന ആളുകളുടെ ഒരു കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ ഡ്രൈവേഴ്സ് ആയാലും അല്ലെങ്കിൽ ഒരു സെയിൽസ് ഗേളോ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും അതുപോലെ 1000 രൂപയുടെ താഴെ ജോലിയിൽ ഉള്ള ആളുകൾക്കെല്ലാം ഇനിയൊരു സമ്പത്തുണ്ടാക്കാനായിട്ട് ഇനിയൊരു വലിയൊരു റിച്ച് ആകാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടാകും. കാരണം ഓൾറെഡി അവരത് ആ ജോലിയുമായി താതാമ്യപ്പെട്ട് പോയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എനിക്ക് വേറൊരു ക്യാപിറ്റലായിട്ട് മുതൽ മുടക്കി ഒരു ബിസിനസ് സംരംഭം തുടങ്ങാനോ വേറെ എന്തെങ്കിലും രീതിയിലേക്ക് പോയിട്ട് എനിക്ക് ഇനി ഒരു വലിയ റിച്ചിലേക്ക് പോകാനോ സാധിക്കില്ല. എൻ്റെ ജന്മം മുഴുവൻ ഞാനിങ്ങനെ സ്ട്രഗിൾ തന്നെ ചെയ്ത് ജീവിക്കേണ്ടി വരും എന്ന് ചിന്തിച്ചിട്ട് കൈവിട്ട് കളയുന്നവരാണ് അധികം ആളുകളും. എന്നാൽ നമുക്കങ്ങനെ കൈവിട്ട് കളയാതെ ഇപ്പോൾ നമ്മളുടെ ഏത് ഏജാണെങ്കിലും അവിടെ നിന്ന് നമ്മൾക്കിനി ഒരു റിച്ച് ആകാനുള്ള സാധ്യത ഓഹരി വിപണി തരുന്നുണ്ടോ ഇല്ലേ, അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ നാടുകളിലൊക്കെ നമ്മൾ കാണുന്ന കുറേ റിച്ചായിട്ടുള്ള ആളുകൾ നമ്മൾക്കിടയിലുണ്ടാകും. അവർക്ക് നല്ല ലക്ഷറി ആയിട്ടുള്ള കാറുകളുണ്ടാകും, നല്ല വലിയ വീടുകളുണ്ടാകും. അവരുടെ ജീവിതത്തിൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ അവർക്കൊരു ടെൻഷനും ഉണ്ടാവുകയില്ല. കാരണം അവർക്ക് ആവശ്യമുള്ള സമ്പത്ത് അവരുടെ കയ്യിലുണ്ടാകും. പലരും ഓരോ ബിസിനസ്സുകളിലാണ് അത് അച്ചീവ് ചെയ്യുക. നമുക്കിവിടെ ഒരു എക്സാമ്പിളായിട്ട് എന്തെങ്കിലും ഒരു ഇൻവെർട്ടർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ഫാൻ ഉണ്ടാക്കുന്ന നമ്മുടെ നാട്ടിലെ ഒരു വലിയ ബിസിനസ്സുകാരനെ നമുക്കൊന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് അതിലൂടെ ഇതൊന്ന് പറഞ്ഞു പോകാം. നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, സാർ എനിക്ക് താങ്കളെ പോലെ കുറച്ച് പണമുള്ള ഒരാളായി മാറണം, ഞാനതിന് താങ്കളുടെ കൂടെ എന്നെ ഒന്ന് ഷെയർ ചേർക്കാൻ പറ്റുമോ, ഞാൻ താങ്കളുടെ കൂടെ ഒന്ന് കൂടിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹത്തെ സമീപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടാണ് അത് നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളോട് പറയുക, ഇല്ല എനിക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് പുതിയതായിട്ട് ഞാൻ എൻ്റെ ഓൺ പ്രൊപ്രൈറ്റർഷിപ്പിലാണ് ചെയ്യുന്നത് എന്നായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റൊരാൾ പറയുക, അയാൾക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ശരി നിങ്ങൾ വരൂ, നിങ്ങളെ ഞാൻ എൻ്റെ കൂടെ ഷെയർ ചേർക്കാം, അങ്ങനെ നിങ്ങൾക്കും എൻ്റെ ബിസിനസ്സിൽ പങ്കാളിയായിട്ട് എൻ്റെ കമ്പനിയുടെ വളർച്ചയിലൂടെ നിങ്ങൾക്കും വളരാം എന്ന് ചിലപ്പോൾ പറയുന്നുണ്ടാകും. അങ്ങനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ സംസാരിക്കാനായിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലം പ്ലാൻ ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഒരു ഹോട്ടലിൽ വരൂ, അവിടെ നമുക്കിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ അദ്ദേഹമായിട്ട് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം നമ്മളോട് ചോദിക്കും, എൻ്റെ കമ്പനിക്ക് ഇത്ര കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഉള്ളത്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അപ്പോൾ നമ്മളൊരു സാധാരണക്കാരനാണെങ്കിൽ നമ്മുടെ കയ്യിൽ പണം അധികം ഒന്നുമില്ല എന്ന് മാത്രമല്ല, നമ്മൾ എണ്ണിച്ചുട്ടപ്പം പോലെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുള്ള ചെറിയ എമൗണ്ടുകളേ ഉള്ളൂ. ആ എമൗണ്ട് ആയിട്ടുള്ള നമ്മൾ പറയുന്നു, സാർ എൻ്റെ കയ്യിലൊരു 10,000 രൂപയാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ അദ്ദേഹം റിച്ചാകുന്ന ആളുകൾക്കെല്ലാം പൊതുവെ അത്യാവശ്യം നല്ല വിവരമുള്ള ആളുകളായിരിക്കും, അവർ ക്വാളിഫൈഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ നമ്മളോട് വേറെ അസംബന്ധമൊന്നും പറയില്ല. അവർ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. 10,000 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് എൻ്റെ കമ്പനിയിലൊന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് പോകാമെന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമ്മളുടെ തൊട്ടടുത്ത സീറ്റിൽ, നമ്മളൊരു ഹോട്ടലിൽ ഇരുന്നുള്ള കോൺവെർസേഷൻ ആകുമ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ളൊരു സീറ്റിൽ വി-ഗാർഡിൻ്റെ ഓണറായിട്ടുള്ള കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി സാറാണ് ഇരിക്കുന്നത് എന്ന് നമ്മളൊന്ന് സാങ്കല്പികമായിട്ട് കാണുക. അദ്ദേഹം ഈ കോൺവെർസേഷൻ മുഴുവൻ കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഈ വിഷമിച്ചിരിക്കുന്ന നമ്മളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ നമ്മൾ ഈ കഥകളെല്ലാം അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ വി-ഗാർഡ് എന്ന് പറയുന്ന കമ്പനി കേട്ടിട്ടുണ്ടോ? അപ്പോൾ പറയുന്നു, സാർ തീർച്ചയായിട്ടും നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ, വി-ഗാർഡ് നമുക്കറിയാവുന്ന കമ്പനിയാണല്ലോ, നിങ്ങളുടെ കയ്യിൽ 10,000 രൂപ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് എൻ്റെ കമ്പനിയുടെ പങ്കാളിയാക്കാൻ തയ്യാറാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ ആശ്ചര്യത്തോടുകൂടി, സാർ എന്നെ കളിയാക്കുകയാണോ എന്നൊക്കെ തോന്നിപ്പോകാം. അല്ല, നിങ്ങൾ സീരിയസ് ആയിട്ടാണ്, നിങ്ങൾക്ക് ഞാൻ എൻ്റെ കമ്പനിയിൽ പങ്കാളിയാക്കാം എന്ന് പറയുമ്പോൾ എങ്കിൽ
ഞാൻ എൻ്റെ 10,000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട് സാറേ, ഇത് ഞാൻ സാറിൻ്റെ തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, നിങ്ങളുടെ പണം എനിക്ക് ആവശ്യമുണ്ട്, പക്ഷേ അത് നിങ്ങൾ ഇങ്ങനെ തരുന്ന രീതിയിലല്ല അതിൻ്റെ ഒരു സിസ്റ്റം ഉള്ളത്. അത് ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എൻ്റെ കമ്പനിയിലേക്ക് നിങ്ങളത് ട്രാൻസ്ഫർ ചെയ്ത് തരികയും ഞാൻ ആ പണം കൈപ്പറ്റിയതായിട്ടുള്ള രേഖ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് NSE-യിൽ നിന്നോ BSE-യിൽ നിന്നോ ഒക്കെ മെയിൽ കിട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളത് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് നമ്മളെ വിടുകയാണ്. അങ്ങനെ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 10,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടതിന് ശേഷം V-Guardലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് V-Guardൻ്റെ ഓഹരികളെല്ലാം വാങ്ങി നമ്മൾ സൂക്ഷിച്ചു വെച്ചു. ഇത് നടക്കുന്നത് ഏകദേശം 2008 എന്ന് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ അന്ന് 10,000 രൂപ ഇട്ട ആ വ്യക്തിയുടെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 16 വർഷങ്ങൾക്ക് ശേഷം 5 ലക്ഷം രൂപയുടെ അടുത്താണ്. അതാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന മാജിക്കിൻ്റെയും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും ഒക്കെ ഒരു വലിയ വ്യത്യാസം. എങ്ങനെയാണ് 10,000 രൂപ 16 വർഷം കൊണ്ട് V-Guard എന്ന് പറയുന്ന കമ്പനിയിൽ നിക്ഷേപിച്ചപ്പോൾ 5 ലക്ഷം രൂപ ആയത് എന്നുള്ളതൊക്കെ നമ്മുടെ വരും ക്ലാസ്സുകളിൽ അത് ഏത് രീതിയിലാണ് അതിൻ്റെ ഗ്രോത്ത് ഉണ്ടായതെന്നൊക്കെയുള്ളത് നമ്മൾക്ക് തീർച്ചയായിട്ടും മുൻപോട്ട് മനസ്സിലാക്കി വെക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, സാധാരണ ചെറിയ വരുമാനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളെ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കൂ. പല തുള്ളി പെരുവെള്ളം അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കോഴ്സ് 2025 മുതൽ വെക്കുന്നുണ്ട്. ക്ഷമാശീലരായി കാത്തിരിക്കൂ. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം.